ടോക്സിക് റിലീസാകാൻ ഇനി വെറും 2 ആഴ്ച മാത്രം ബാക്കി. KGF ചാപ്റ്റർ 2 എന്ന ബ്രഹ്മാണ്ഡ ചിത്രത്തിന് ശേഷമുള്ള നീണ്ട 4 വർഷത്തെ കാത്തിരിപ്പ്, 500 കോടി മുതൽ 800 കോടി വരെ പറയപ്പെടുന്ന വമ്പൻ ബഡ്ജറ്റ്, ഇന്ത്യൻ സിനിമാ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ പാൻ ഇന്ത്യൻ പ്രൊജക്ടുകളിൽ ഒന്ന്. ഈ സിനിമ യാഷിന്റെ കരിയറിലെ ഏറ്റവും വലിയ കംബാക്ക് ആകുമോ, അതോ ഇന്ത്യൻ സിനിമ കണ്ട ഏറ്റവും വലിയ ഡിസാസ്റ്റർ ആയി മാറുമോ? ഇത് പറയാനുള്ള കാരണം ടോക്സിക്കിന്റെ ട്രെയിലർ ഇറങ്ങിയപ്പോൾ സോഷ്യൽ മീഡിയ കൃത്യമായി 2ആയി പിളർന്നു. ഒരു കൂട്ടർ പറയുന്നു ഇത് ഷുവർ ഷോട്ട് ബ്ലോക്ക് ബസ്റ്റർ ആണെന്ന്, യാഷ് വീണ്ടും ബോക്സ് ഓഫീസ് ഭരിക്കുമെന്ന്. എന്നാൽ വേറൊരു കൂട്ടർ പറയുന്നു ഇത് വലിയൊരു ദുരന്തമാവുമെന്ന്, ഷുവർ ഷോട്ട് ബോംബാണെന്ന്. പക്ഷെ അതൊന്നുമല്ല ഈ സിനിമയുടെ റിയൽ സ്റ്റോറി. ഈ സിനിമ ശരിക്കും ഡയറക്ട് ചെയ്തത് ഗീതു മോഹൻദാസ് തന്നെയാണോ, അതോ ക്യാമറയ്ക്ക് പിറകിൽ നിന്ന് യാഷ് തന്നെയാണോ ഈ സിനിമയുടെ റിയൽ ഡിസിഷൻ മുഴുവൻ എടുത്തത്? അതിലും വലുതാണ് അടുത്ത ചോദ്യം. ഗീതു മോഹൻദാസ് എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ കേരളത്തിൽ എന്തിനാണ് ഇത്രയധികം ഹെയ്റ്റ്? ഇതിനു പിന്നിൽ 2017 തുടങ്ങിയ ഇന്നും മലയാള സിനിമയെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന വളരെ ഡാർക്കായ ഒരു കഥയുണ്ട്. ഇതെല്ലാം ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് പറയാം. എല്ലാവരും തുടക്കം മുതൽ അവസാനം വരെ കാണണം, കാരണം നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ഒരു ട്വിസ്റ്റും ഇതിലുണ്ട്. അതിനു മുന്നേ ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു ഹേസന. ഇവിടെ നമ്മൾ അധികമാരും സംസാരിക്കാത്ത കുറച്ച് സിനിമാ വിശേഷങ്ങളാണ് പങ്കുവെക്കുന്നത്. അപ്പൊ ഒട്ടും വൈകാതെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. കന്നഡ സിനിമയെ ലോകത്തിന്റെ നെറുകയിലെത്തിച്ച സൂപ്പർ സ്റ്റാർ യാഷിന്റെ 19ാമത്തെ സിനിമയാണ് ടോക്സിക്. ഒരു ഇൻഡസ്ട്രിയെ മുഴുവൻ സ്വന്തം തോളിലേറ്റി നടന്ന ഒരാൾ 4 വർഷത്തെ ഗ്യാപ്പ് എടുത്തു വരുമ്പോൾ എല്ലാവരുടെയും എക്സ്പെക്ടേഷൻസ് ആകാശം മുട്ടയായിരിക്കും. ഒരു ആവറേജ് പടം കൊടുത്താൽ പോലും ഫാൻസിന് അത് ദഹിക്കില്ല. പക്ഷെ ഇവിടെ ഏറ്റവും വലിയ കൗതുകം അതല്ല. ഈ 500 കോടി സിനിമ ഡയറക്ട് ചെയ്യുന്നത് നമ്മുടെ സ്വന്തം ഗീതു മോഹൻദാസ് ആണ്. ആരാണ് ഈ ഗീതു മോഹൻദാസ്? ലയസ് ഡയസ്, മൂത്തോൻ പോലുള്ള അവാർഡ് വിന്നിംഗ് സിനിമകൾ മാത്രം ചെയ്തിട്ടുള്ള സംവിധായിക. ഇതിൽ ലയസ് ഡയസ് ഇന്ത്യയുടെ ഔദ്യോഗിക ഓസ്കാർ എൻട്രി കൂടിയായിരുന്നു. വളരെ സീരിയസ് ആയ ഒരു ഇൻഡിപെൻഡന്റ് ഫിലിം മേക്കർ പെട്ടെന്നൊരു ദിവസം ഇന്ത്യൻ സിനിമയിലെ തന്നെ ഏറ്റവും വലിയ ഗാങ്സ്റ്റർ ആക്ഷൻ എപ്പിക് ഡയറക്ട് ചെയ്യാൻ വരുന്നു. അതൊരു മാസീവ് ഷിഫ്റ്റ് തന്നെയാണ്. ഇനി നമുക്ക് ടോക്സിക്കിന്റെ കഥാ പശ്ചാത്തലത്തിലേക്ക് വരാം. ഗോവയിൽ പോർച്ചുഗീസ് ഭരണം അവസാനിക്കുന്ന സമയവും അവിടെ വലിയ വലിയ ഡ്രഗ് കാർട്ടലുകൾ ഉയർന്നു വരുന്നതുമായ 1940 മുതൽ 70 വരെയുള്ള കാലഘട്ടമാണ് ടോക്സിക് കാണിച്ചു തരുന്നത്. ഇതിൽ ഏറ്റവും വലിയ എക്സൈറ്റ്മെന്റ് എന്താണെന്ന് വെച്ചാൽ യാഷ് ഈ സിനിമയിൽ അച്ഛനും മകനുമായി 2 വ്യത്യസ്ത വേഷങ്ങളിലാണ് വരുന്നത്. കാസ്റ്റിംഗ് കേട്ടാൽ നിങ്ങൾ ശരിക്കും ഞെട്ടും. നയൻതാര, കിയാര അദ്വാനി, ഹുമ ഖുറേഷി, താരസ് തരിയ, രുക്മിണി വസന്ത് തുടങ്ങി ഇന്ത്യൻ സിനിമയിലെ നായികമാരുടെ വലിയൊരു താരനിര തന്നെ ഈ പടത്തിലുണ്ട്. ഒപ്പം മലയാളി താരം സുധേർ നായർ കർമ്മതി എന്നൊരു കിടിലൻ വേഷം ചെയ്യുമ്പോൾ സിനിമയുടെ ക്യാമറ കൈകാര്യം ചെയ്യുന്നത് നമ്മുടെ മാസ്റ്റർ സിനിമാറ്റോഗ്രാഫറായ രാജീവ് രവിയാണ്. ഇതിനെല്ലാം പുറമെ നമ്മുടെ സ്വന്തം ടോവിനോ തോമസ് ഇതിലൊരു അതിഥി വേഷത്തിൽ വരുന്നുണ്ടെന്ന റൂമേഴ്സും ഉണ്ട്. പക്ഷെ ഈ സിനിമയുടെ യാത്ര അത്ര എളുപ്പമായിരുന്നില്ല. ഒന്നല്ല 3 തവണയാണ് ഈ പടത്തിന്റെ റിലീസ് ഡേറ്റ് മാറ്റിയത്. ഒടുവിൽ ഈ വരുന്ന ഓഗസ്റ്റ് 26 ഡേറ്റ് ഉറപ്പിച്ചു. ഇത്രയും വലിയ ഡിലേ വരുമ്പോൾ സ്വാഭാവികമായും പ്രേക്ഷകർക്കിടയിൽ ഒരു നെഗറ്റിവിറ്റി വരും. അത് ട്രെയിലർ റിലീസിലും കാര്യമായി പ്രതിഫലിച്ചു. ട്രെയിലർ കണ്ട ഒരുപാട് പേർ യാഷിന്റെ ആ ഡാർക്ക് ലുക്കും ഹോളിവുഡ് ലെവൽ മേക്കിംഗും കണ്ട് ഞെട്ടിയപ്പോൾ മറുഭാഗത്ത് വലിയ വിമർശനങ്ങളും ഉയർന്നു. പക്ഷെ ഈ വിമർശനങ്ങളെക്കാൾ ഇൻഡസ്ട്രിയെ ഒന്നടങ്കം പിടിച്ചു കുലുക്കിയത് മറ്റൊരു ചോദ്യമാണ്. ഈ സിനിമ ശരിക്കും ആരാണ് ഡയറക്ട് ചെയ്തത്? സിനിമയുടെ ഔട്ട്പുട്ടിൽ തൃപ്തനല്ലാത്തത് കൊണ്ട് യാഷ് തന്നെ സിനിമയുടെ ചില ഭാഗങ്ങൾ റീഡയറക്ട് ചെയ്തു എന്നും യാഷും ഗീതുവും തമ്മിൽ ലൊക്കേഷനിൽ വലിയ ക്രിയേറ്റീവ് ഡിഫറൻസ് ഉണ്ടായി എന്നും റൂമറുകൾ ഉണ്ടായിരുന്നു. ഗീതു മോഹൻദാസ് നൽകിയ ചില പരോക്ഷ മറുപടികൾ ഇതിന് ആക്കം കൂട്ടി. അതായത്, ഞാനൊരു ബൗണ്ട് സ്ക്രിപ്റ്റിൽ വിശ്വസിക്കുന്ന ആളല്ല, എപ്പോഴും മാറ്റങ്ങൾക്ക് സ്പേസ് കൊടുക്കും എന്ന ഗീതുവിന്റെ സ്റ്റേറ്റ്മെന്റ് സിനിമ റീവർക്ക് ചെയ്യുന്നതിന്റെ ലക്ഷണമായി പലരും വായിച്ചെടുത്തു. ഒടുവിൽ മേക്കേഴ്സ് തന്നെ ഒഫീഷ്യലായി ഇത് വെറും റൂമേഴ്സ് മാത്രമാണെന്ന് പറയേണ്ടി വന്നു. എങ്കിലും ഒരു സൂപ്പർ സ്റ്റാറിന്റെ കൂടെ വരുമ്പോൾ ഒരു ഡയറക്ടർക്ക് എത്രത്തോളം സ്വാതന്ത്ര്യം കിട്ടുമെന്നത് വലിയൊരു ചോദ്യമാണ്. ഈ വിഷയം പ്രൊഡ്യൂസർ എങ്ങനെയായിരിക്കും ഡീല് ചെയ്തിട്ടുണ്ടാവുക എന്നതിലായിരിക്കും ഈ സിനിമയുടെ ഔട്ട്പുട്ട്. ഇനി നമുക്ക് കേരളത്തിലേക്ക് വരാം. ഗീതു മോഹൻദാസിനെതിരെ ഇവിടെ എന്തിനാണ് ഇത്രയധികം ഹെയ്റ്റ്? ഇത് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ 2016-17 കാലഘട്ടത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കണം. 2016 റിലീസായ മമ്മൂട്ടി ചിത്രം കസബയിൽ സ്ത്രീകൾക്കെതിരെയുള്ള ഡബിൾ മീനിങ് ഒക്കെയുള്ള ഒരു സീൻ ഉണ്ടായിരുന്നു. IFFK വേദിയിൽ പാർവതി തിരുവോത്ത് ഈ സീനിനെ വിമർശിച്ചു. ആ പാനലിൽ ഉണ്ടായിരുന്ന WCC അംഗം കൂടിയായ ഗീതു മോഹൻദാസും ഇതിനെ പിന്തുണച്ചു. എന്നാൽ പ്രശ്നം ഇതല്ല. ആ ചർച്ചയ്ക്കിടയിൽ ആ സിനിമയുടെ പേര് പറയാൻ മടിച്ചു നിന്ന പാർവതിയോട് സെയ്റ്റ് എന്ന് പറഞ്ഞ് മൈക്കിലൂടെ പരസ്യമായി പ്രേരിപ്പിച്ചത് ഗീതു മോഹൻദാസ് ആയിരുന്നു. അതിനുശേഷം പാർവതിക്ക് നേരിടേണ്ടി വന്നത് കേരളം കണ്ട ഏറ്റവും ഭീകരമായ സൈബർ അറ്റാക്കുകളിൽ ഒന്നായിരുന്നു. അന്ന് പാർവതിയെ മുന്നിലേക്ക് ഇട്ടുകൊടുത്തിട്ട് ഗീതു സേഫായി മാറി നിന്ന് എന്നൊരു ആരോപണം അന്നു മുതലേ ശക്തമാണ്. മമ്മൂട്ടി നേരിട്ട് വന്ന് ഈ പ്രശ്നത്തിൽ ഇടപെട്ട് പക്വതയോടെ സംസാരിച്ചതിന് ശേഷമാണ് ഈ വിഷയം അന്ന് തണുത്തത്. ഇനി ടോക്സിക്കിന്റെ ടീസറിലേക്ക് വരാം. ടീസറിൽ ഹീറോ ഒരു സ്ത്രീയോടൊപ്പം കാറിനുള്ളിൽ ഫിസിക്കലായി ഇടപഴകുന്നതും
ഉടനെ കൊടും വയലൻസിലേക്ക് മാറുന്നതും കാണിക്കുന്നുണ്ട്. സ്ത്രീയെ വെറും ഒരു ഒബ്ജക്റ്റ് ആക്കി മാറ്റുന്ന ഒരു ടിപ്പിക്കൽ മാച്ചോ ഹീറോ ലൈൻ. അന്ന് കസബയിലെ സ്ത്രീ വിരുദ്ധതയെ ഏറ്റവും ലൗഡായി എതിർത്ത ഗീതു മോഹൻദാസ് തന്നെ ഇപ്പോൾ ഇത്രയും മാച്ചോ ആയ ഒരു സീൻ ഡയറക്ട് ചെയ്യുന്നത് വലിയൊരു ഇരട്ടത്തപ്പല്ലേ എന്ന് പലരും ചോദിച്ചു. ഗീതുവിനെതിരെ ഈ വിമർശനം ഉയർന്നപ്പോൾ അതിൽ ഏറ്റവും വലിയ ശബ്ദം ആരുടേതായിരുന്നു എന്നറിയാമോ? വേറെ ആരുമല്ല, സാക്ഷാൽ കസബയുടെ ഡയറക്ടർ നിതിൻ രഞ്ജി പണിക്കർ. അന്ന് പാർവതിയോട് സെയ്റ്റ് എന്ന് പറഞ്ഞ് നിർബന്ധിച്ചവർ ഇപ്പൊ സ്വന്തം സ്റ്റേറ്റ് മാറിയപ്പോൾ സ്റ്റാൻഡേർഡും മാറ്റി ഒന്ന് പരിഹസിച്ചുകൊണ്ട് അദ്ദേഹം ഗീതുവിനെതിരെ ആഞ്ഞടിച്ചു. അതായത് കസബയെ മലയാളത്തിൽ വിമർശിച്ചവർ തന്നെ യാഷിന്റെ ഒരു പാൻ ഇന്ത്യൻ ബിഗ് ബഡ്ജറ്റ് പ്രൊജക്ട് വന്നപ്പോൾ സൈലന്റ് ആയി എന്നൊരു ആരോപണം. ഇതിനിടയിൽ സംവിധായകൻ രാം ഗോപാൽ വർമ്മ ഗീതുവിനെ പുകഴ്ത്തി സംസാരിച്ചതും വലിയ ചർച്ചയായി. ഈ ട്രെയിലർ കണ്ടപ്പോൾ ഗീതു മോഹൻദാസ് ആണ് റിയൽ വുമൺ എംപവർമെന്റിന്റെ സിംബൽ എന്നും ഒരു മെയിൽ ഡയറക്ടർ ഇത്ര ധൈര്യത്തോടു കൂടി ഇത് ചെയ്യില്ല എന്നും അദ്ദേഹം പറഞ്ഞു. ഇത് സിൻസിയർ ആയിട്ടാണോ സർക്കാസ്റ്റിക് ആയിട്ടാണോ എന്ന് ഇപ്പോഴും ആളുകൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നു. നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യത്തിലേക്ക് വരാം. ഈ സിനിമയുടെ പേര് തന്നെ ടോക്സിക് എന്നാണ്. അപ്പൊ സ്വാഭാവികമായും നമുക്കൊരു ചോദ്യം വരും, ഈ സിനിമ ടോക്സിക് മസ്കുലാനിറ്റിയെ വിമർശിക്കാൻ പോവുകയാണോ അതോ അതിനെ മഹത്വവൽക്കരിക്കാൻ പോവുകയാണോ? സിനിമയുടെ ഒഫീഷ്യൽ സിനോപ്സിസ് വായിച്ചാൽ അതൊരു ട്രാജിക് ഡൗൺഫോൾ സ്റ്റോറിയാണെന്ന് തോന്നും. അതായത് ഒരു മനുഷ്യൻ ചോരയും ഭയവും വഞ്ചനയൊക്കെ വെച്ച് വലിയൊരു സാമ്രാജ്യം ഉണ്ടാക്കുന്നു. പക്ഷെ ഒടുവിൽ അയാൾ എടുത്ത തീരുമാനങ്ങളുടെ പ്രത്യാഘാതങ്ങളിൽ നിന്ന് അയാൾക്ക് രക്ഷപ്പെടാൻ പറ്റാതെ വരുന്നു. ഇന്ത്യൻ സിനിമയിൽ ഇപ്പോൾ രൺബീർ കപൂറിന്റെ അനിമൽ ഉണ്ടാക്കിയ ഓളത്തിന് ശേഷം ആ ഒരു പാറ്റേണിലുള്ള സിനിമകൾക്ക് വലിയ മാർക്കറ്റ് ആണുള്ളത്. ടോക്സിക്കിന്റെ വിഷ്വൽസ് നൽകുന്നത് ഒരു ടിപ്പിക്കൽ മാസ് ഹീറോ ഗ്ലോറിഫിക്കേഷൻ വൈബാണ്. നമ്മുടെ മലയാളത്തിൽ പൃഥ്വിരാജിന്റെ അയ്യപ്പനും കോശിയും ചെയ്തതുപോലെ ടോക്സിസിറ്റിയെ ജെനുവിനായി വിമർശിക്കുന്ന ക്രിട്ടിക് ആകുമോ എന്ന് കാത്തിരുന്ന് കാണാം. അതേസമയം പതിറ്റാണ്ടുകളായി പല മെയിൻ സ്ട്രീം ഹീറോകളുടെയും സിനിമകളിൽ നായകൻ സ്ത്രീയെ അടിക്കുന്ന സീനുകൾ പോലും അവൾക്ക് നല്ലത് വരാൻ വേണ്ടിയാണ് എന്ന രീതിയിൽ ഗ്ലോറിഫൈ ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതിന് പ്രേക്ഷകർ അന്ന് കയ്യും അടിച്ചിട്ടുണ്ട്. പണ്ടത്തെ ജയറാം സിനിമകളൊക്കെ എടുത്തു നോക്കിയാൽ ഈ പറഞ്ഞത് നമുക്ക് കൃത്യമായി മനസ്സിലാകും. ടോക്സിക്കിൽ ഇത് എങ്ങനെയായിരിക്കും പ്രൊജക്ട് ചെയ്യുന്നത് എന്നതിലായിരിക്കും ഗീതു മോഹൻദാസിന്റെയും ടോക്സിക്കിന്റെയും ഭാവി ഇരിക്കുന്നത്. അതിനുള്ള ഉത്തരം ഓഗസ്റ്റ് 26-ന് തിയേറ്ററുകളിൽ മാത്രമേ നമുക്ക് ലഭിക്കൂ. എന്തൊക്കെ വിവാദങ്ങൾ ഉണ്ടായാലും യാഷിന്റെ ബോക്സ് ഓഫീസിനെ ഇതൊന്നും നേരിട്ട് ബാധിക്കാൻ പോകുന്നില്ല. ഫാൻസിനെ സംബന്ധിച്ച് അവർക്ക് യാഷ് എന്ന താരമാണ് വലുത്. ഈ ടോക്സിക് പടം മാത്രമല്ല, ഈ വരുന്ന ദീപാവലിക്ക് റിലീസ് ആവാൻ പോകുന്ന ബോളിവുഡിന്റെ ബ്രഹ്മാണ്ഡ ചിത്രം നിതേഷ് തിവാരിയുടെ രാമായണ പാർട്ട് 1-ൽ സാക്ഷാൽ രാവണന്റെ വേഷത്തിൽ വരുന്നതും യാഷ് തന്നെയാണ്. രൺബീർ കപൂറിന്റെ രാമനെതിരെ യാഷിന്റെ രാവണൻ വരുമ്പോൾ ഇന്ത്യൻ ബോക്സ് ഓഫീസ് ശരിക്കും കുലുങ്ങും. ചുരുക്കി പറഞ്ഞാൽ യാഷിന്റെ കരിയറിലെ ഏറ്റവും ബിസിയായ വർഷമാണിത്. എന്റെ പേഴ്സണൽ ഒപ്പീനിയൻ പറയുകയാണെങ്കിൽ ഈ ട്രെയിലർ എനിക്കൊരു ആവറേജ് വാച്ച് ആയിട്ടാണ് തോന്നിയത്. എങ്കിലും KGF 2-ന് ശേഷം ഇത്രയും പാഷനോടെ 4 വർഷം ഒരു പ്രൊജക്ടിനായി മാറ്റിവെച്ച യാഷ് നമ്മളെ നിരാശപ്പെടുത്തില്ല എന്ന് തന്നെയാണ് എന്റെ വിശ്വാസം. ഇനി ആഗസ്റ്റ് 26 വരെ കാത്തിരിക്കുകയല്ലാതെ വേറെ വഴിയില്ല. ഡയറക്ടർ ആരാണെന്ന ഡിബേറ്റും ഗീതു മോഹൻദാസിന്റെ ഹിപ്പോക്രസി ഡിബേറ്റും ഇതെല്ലാം തിയേറ്ററിൽ ഇരുന്ന് സിനിമ കണ്ടതിന് ശേഷം മാത്രമേ നമുക്ക് കൃത്യമായി ഉത്തരം പറയാൻ പറ്റൂ. അപ്പൊ നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ടോക്സിക് ട്രെയിലറിൽ നിങ്ങൾക്ക് തരുന്നത് ഒരു ബ്ലോക്ക് ബസ്റ്റർ വൈബാണോ അതൊരു ബോംബ് വൈബാണോ? ഗീതു മോഹൻദാസ് ചെയ്തത് ശരിക്കും ഇരട്ടത്താപ്പാണോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ആയി രേഖപ്പെടുത്തൂ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോ കാണുന്നതുവരെ സൈനിങ് ഓഫ്.